പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. വിശുദ്ധവാര ധ്യാനം 2-ാം ദിവസം, വിശുദ്ധവാരത്തിലെ തിങ്കളാഴ്ച. ഇന്നത്തെ തിരുവചന വായന ഈശോ ദേവാലയം ശുദ്ധീകരിച്ചതിനെ പറ്റിയാണ്. അവിടുന്ന് ഓശാന വിളികളുടെ മധ്യേ ജെറുസലത്തേക്ക് വന്നതിന് ശേഷം അവിടുന്ന് നേരെ ജെറുസലം ദേവാലയത്തിലേക്ക് പ്രവേശിച്ചു. അതേപ്പറ്റി വിശുദ്ധ യോഹന്നാൻ തരുന്ന വിവരണം നമുക്ക് വായിക്കാം. യഹൂദരുടെ പെസഹ അടുത്തിരുന്നതിനാൽ യേശു ജെറുസലേമിലേക്ക് പോയി. കാള, ആട്, പ്രാവ് എന്നിവ വിൽക്കുന്നവരെയും നാണയം മാറ്റാൻ ഇരിക്കുന്നവരെയും ദേവാലയത്തിൽ അവൻ കണ്ടു. അവൻ ചരടുകൊണ്ട് ചാട്ടയുണ്ടാക്കി അവയെല്ലാം, ആടുകളെയും കാളകളെയും ദേവാലയത്തിൽ നിന്ന് പുറത്താക്കി നാണയമാറ്റക്കാരുടെ നാണയങ്ങൾ ചിതറിക്കുകയും മേശകൾ തട്ടിമറിക്കുകയും ചെയ്തു. പ്രാവുകൾ വിൽക്കുന്നവരോട് അവൻ പറഞ്ഞു, ഇവയെ ഇവിടെ നിന്ന് എടുത്തുകൊണ്ട് പോകുവിൻ. എൻ്റെ പിതാവിൻ്റെ ഭവനം നിങ്ങൾ കച്ചവട സ്ഥലമാക്കരുത്. അവിടുത്തെ ഭവനത്തെക്കുറിച്ചുള്ള തീഷ്ണത എന്നെ വിഴുങ്ങിക്കളയും എന്ന് എഴുതപ്പെട്ടിരിക്കുന്നത് അപ്പോൾ അവൻ്റെ ശിഷ്യന്മാർ അനുസ്മരിച്ചു. ഈശോയുടെ ഈ പ്രവൃത്തി, ദേവാലയം വിശുദ്ധീകരിച്ച ഈ പ്രവൃത്തി, അവിടുന്ന് തൻ്റെ പീഡാസഹനവും കുരിശുമരണവും ഉത്ഥാനവും മൂലം മനുഷ്യപ്രകൃതി നവീകരിക്കാൻ പോകുന്നതിൻ്റെ സൂചനയായിരുന്നു. ആദത്തിൻ്റെ പാപം മൂലം ദൈവത്തിൻ്റെ ഛായയിലും സാദൃശ്യത്തിലും സൃഷ്ടിക്കപ്പെട്ട മനുഷ്യപ്രകൃതി അധപ്പതിച്ചു. ദൈവത്തിൽ നിന്ന് പൂർണ്ണമായും അകന്ന ആദ്യ മനുഷ്യൻ അവൻ്റെ പങ്കാളിയിൽ നിന്നും അകന്നു. അവൻ്റെ ഉള്ളിൽ തന്നെയും ഒരു വിഘടനമുണ്ടായി. കത്തോലിക്കാ സഭയുടെ മതബോധനം 400-ാം ഖണ്ഡികയിൽ അത് പഠിപ്പിക്കുന്ന ഇപ്രകാരമാണ്: ആത്മാവിൻ്റെ ആന്തരിക ശക്തികൾക്ക് ശരീരത്തിൻ്റെ മേൽ ഉണ്ടായിരുന്ന നിയന്ത്രണം ഭേദിക്കപ്പെട്ടു. സ്ത്രീ പുരുഷ ബന്ധം സംഘർഷാത്മകമായി. ലൈംഗിക ദുരാശ അവരുടെ ബന്ധങ്ങൾ കടന്നുകൂടി. ചുറ്റുമുള്ള പ്രപഞ്ചത്തോട് അവർ ശത്രുതയിലായി. അവസാനം അവർ മരണത്തിന് കീഴടങ്ങി. ആദിമാതാപിതാക്കന്മാരുടെ പാപത്തിൻ്റെ സ്വാധീനം എല്ലാ മനുഷ്യരിലുമുണ്ട്. തിരുസഭയുടെ മതബോധന ഗ്രന്ഥം 404 സഭ ഇപ്രകാരം പഠിപ്പിക്കുകയാണ്: സർവ മനുഷ്യരും ആദത്തിൻ്റെ പാപത്തിൽ ഉൾപ്പെടുന്നു. കാരണം ആദത്തിൽ മനുഷ്യവംശം മുഴുവനും ഒരു മനുഷ്യൻ്റെ ഏകശരീരം പോലെയാണ്. ഇക്കാരണത്തിലാണ് പൗലോസ് അപ്പോസ്തലൻ പറഞ്ഞത്, ഒരു മനുഷ്യൻ മൂലം പാപവും പാപം മൂലം മരണവും ലോകത്തിൽ പ്രവേശിച്ചു. അപ്രകാരം എല്ലാവരും പാപം ചെയ്തത് കൊണ്ട് മരണം എല്ലാവരിലും വ്യാപിച്ചു. ഇവിടെ മരണം എന്ന വാക്ക് അർത്ഥമാക്കുന്നത് ദൈവഛായയിലും സാദൃശ്യത്തിലും സൃഷ്ടിക്കപ്പെട്ട മനുഷ്യൻ്റെ അധപ്പതിച്ച പ്രകൃതിയെ പറ്റിയാണ്. ദൈവത്തിൽ നിന്നും തന്നിൽ നിന്നും സഹചരിൽ നിന്നും അകന്ന മനുഷ്യൻ്റെ ദുർഭഗസ്ഥിതിയെപ്പറ്റി. ഈ മനുഷ്യപ്രകൃതി വിശുദ്ധീകരിക്കാൻ വേണ്ടിയാണ് ഈശോ ലോകത്തിലേക്ക് വന്നത്. അതിൻ്റെ സൂചനയാണ് ജെറുസലം ദേവാലയത്തിൽ അവിടുന്ന് നടത്തിയ വിശുദ്ധീകരണ പ്രക്രിയ. ദൈവാരാധനയ്ക്ക് വേണ്ടിയുള്ളവയായിരുന്നു അവയെങ്കിലും ദൈവത്തിൽ നിന്ന് ശ്രദ്ധ വ്യതിചലിപ്പിക്കും വിധമായിരുന്നു
അത് കൈകാര്യം ചെയ്തിരുന്നവർ പ്രവർത്തിച്ചിരുന്നത്. അതിനാൽ ഈശോ ജെറുസലേം ദേവാലയം വിശുദ്ധീകരിച്ചുകൊണ്ട് നമ്മുടെ ഓരോരുത്തരുടെയും മനുഷ്യപ്രകൃതി സമൂലം അവിടുന്ന് നവീകരിക്കുമെന്ന് നമുക്ക് പ്രത്യാശ തരികയാണ്. ആദ്യ മാതാപിതാക്കന്മാരുടെ പാപത്തിൻ്റെ ഫലമായി എല്ലാ മനുഷ്യരിലും ഉള്ള ഒരവസ്ഥ 3 തരം പാപത്തിലേക്കുള്ള ചായ്വുകളാണ്. യോഹന്നാൻ്റെ 1-ാം ലേഖനം 2-ാം അധ്യായത്തിൽ 16-ാം വാക്യത്തിൽ പരിശുദ്ധാത്മാവ് അത് പഠിപ്പിക്കുന്ന ഇപ്രകാരമാണ്: ജഡത്തിൻ്റെ ദുരാശ, കണ്ണുകളുടെ ദുരാശ, ജീവിതത്തിൻ്റെ അഹന്ത. ഇത് 3-ൻ്റെയും കൃത്യമായ അർത്ഥം കത്തോലിക്കാ സഭയുടെ മതബോധൻ ഗ്രന്ഥം 377-ാം ഖണ്ഡികയിൽ സഭ നൽകുന്നുണ്ട്. അതിപ്രകാരമാണ്: ജഡത്തിൻ്റെ ദുരാശ എന്നത് ഇന്ദ്രിയ സുഖങ്ങളോടുള്ള ആസക്തിയാണ്. കണ്ണുകളുടെ ദുരാശ എന്നത് അർത്ഥമാക്കുന്നത് ലൗകിക വസ്തുക്കളോടുള്ള ദുരാശയാണ്. അതുപോലെ ജീവിതത്തിൻ്റെ അഹന്ത അല്ലെങ്കിൽ അഹങ്കാരം, ബുദ്ധിക്ക് നിരക്കാത്ത അഹങ്കാരം. മനുഷ്യൻ ചെയ്യുന്ന എല്ലാ പാപങ്ങളും ഈ 3 വിധ പാപങ്ങളുടെ ഗണത്തിൽപ്പെടുന്നവയാണ്. ഇവ 3-ൽ നിന്നും നമ്മെ രക്ഷിക്കുവാനാണ് ഈശോ നമ്മുടെ മനുഷ്യ പ്രകൃതി സ്വീകരിച്ചത്. ദൈവിക വ്യക്തിയായ ക്രിസ്തു നമ്മുടെ മനുഷ്യപ്രകൃതി സ്വീകരിച്ചതോടെ അവിടുന്ന് നമ്മുടെ ശരീരത്തിൻ്റെ ബലഹീനത, അതിൻ്റെ പാപച്ചായ്വ് ഏറ്റെടുത്തു. ക്രിസ്തുവിൻ്റെ മനുഷ്യാവതാരത്തോടെ എല്ലാ മനുഷ്യരും ശിരസ്സായ അവിടുത്തോട് കൂട്ടിച്ചേർക്കപ്പെട്ട അവിടുത്തെ അവയവങ്ങളായി തീർന്നു. അതിനാൽ ദൈവം തന്നെയായ ക്രിസ്തുവിൻ്റെ മനുഷ്യാവതാരവും പീഡാസഹനവും മരണവും ഉത്ഥാനവും വഴി ഈ 3 വിധ പാപച്ചായ്വുകളിൽ നിന്നും നാം രക്ഷിക്കപ്പെട്ടു. തിരുസഭ പഠിപ്പിക്കുന്ന പോലെ അതിലേക്കുള്ളൊരു ചായ്വ് മാമോദീസ മുങ്ങിയതിന് ശേഷവും നമ്മിൽ നിലനിൽക്കും എങ്കിലും അവയുടെ മേൽ പൂർണ്ണ വിജയം നേടുവാനുള്ള കൃപാവരം ക്രിസ്തു തൻ്റെ മരണോത്ഥാനങ്ങളിലൂടെ നേടിത്തന്നിരിക്കുകയാണ്. ഈശോ മിശിഹായുടെ പരിത്രാണ കർമ്മങ്ങളുടെ ഫലമായി അധപ്പതിച്ച മനുഷ്യപ്രകൃതി സമൂലമായി നവീകരിക്കപ്പെട്ടു, വിശുദ്ധീകരിക്കപ്പെട്ടു. സീറോ മലബാർ റീത്തിലെ കുർബാനയിൽ യഹന്ത പ്രാർത്ഥന ഇപ്രകാരം സഭ പ്രാർത്ഥിക്കുന്നുണ്ട്. പുരോഹിതന്റെ പ്രാർത്ഥനയിലൂടെ: ദൈവമേ, നന്ദി പ്രകാശിപ്പിക്കാൻ കഴിയാത്ത വിധം അത്ര വലിയ അനുഗ്രഹമാണ് അങ്ങ് ഞങ്ങൾക്ക് നൽകിയിരിക്കുന്നത്. അങ്ങയുടെ ദൈവിക ജീവനിൽ ഞങ്ങളെ പങ്കുകാരാക്കാൻ അങ്ങ് ഞങ്ങളുടെ മനുഷ്യ സ്വഭാവം സ്വീകരിക്കുകയും അധപ്പതിച്ചു പോയ ഞങ്ങളെ സമുദ്ധരിക്കുകയും മൃതരായി ഞങ്ങളെ ജീവിപ്പിക്കുകയും ചെയ്തു. ആദ്യ മാതാപിതാക്കന്മാരുടെ പാപത്തിൻ്റെ ഫലമായി മനുഷ്യ വംശത്തിന് വന്നു ഭവിച്ച സർവ വിനാശങ്ങളും ഈശോയുടെ മനുഷ്യാവതാരവും മരണ ഉത്ഥാനവും വഴി നീക്കം ചെയ്യപ്പെട്ടുവെന്ന് ആരാധനാക്രമം നമ്മളെ അനുദിനം ഓർമ്മിപ്പിക്കുകയാണ്. ആകയാൽ ഈ വിശുദ്ധ വാരത്തിൽ കർത്താവിൻ്റെ പീഡാനുഭവവും മരണവും ഉയർപ്പും ആചരിച്ച് ആഘോഷിക്കുന്ന ഈ സമയത്ത് വിശുദ്ധ വാരത്തിലെ 2-ാം ദിവസമായ ഇന്ന് നമ്മുടെ ചിന്തയിൽ നാം നിലനിർത്തേണ്ട കാര്യം ക്രിസ്തു തൻ്റെ പെസഹാ രഹസ്യങ്ങളിലൂടെ വീണ്ടെടുത്ത, വിശുദ്ധീകരിച്ച, നവീകരിച്ച ഒരു പുതിയ സൃഷ്ടിയാണ് ഞാൻ എന്നതാണ്.
അതിനാൽ ഞാൻ പാപത്തിന് അടിമയായി ജീവിക്കാൻ കടപ്പെട്ടവനല്ല. വിശുദ്ധ പൗലോസ് അപ്പോസ്തലൻ റോമാലേഖനം 8-ാം അധ്യായത്തിൽ ഇക്കാര്യം ആവർത്തിച്ച് പറയുന്നുണ്ട്. ജഡത്തിൻ്റെ പ്രവൃത്തികൾക്കനുസരിച്ച് വ്യാപരിക്കുവാൻ നാം ജഡത്തിന് കടപ്പെട്ടവരല്ല, പ്രത്യുത ആത്മാവിൻ്റെ പ്രേരണയ്ക്കനുസരിച്ച് ജീവിക്കുവാൻ മാത്രം കൃപ ലഭിച്ചവരാണ്. അതിനാൽ ഈ പ്രത്യാശ നമ്മെ പാപജീവിതത്തിൽ നിന്ന് പൂർണ്ണമായി പിന്മാറ്റുവാൻ പ്രയോജനം നൽകേണ്ടതായിട്ടുണ്ട്. പാപം എന്താണെന്ന് ഉള്ള തിരിച്ചറിവ് നമ്മിൽ സജീവമാക്കണം. എസെക്കിയേൽ പ്രവാചകന്റെ പുസ്തകം 18-ാം അധ്യായം 4-ാം വാക്യത്തിൽ ദൈവവചനം നമ്മളോട് പറയും, പാപം ചെയ്യുന്നവൻ ജീവൻ നശിപ്പിക്കും. തോബിത്തിന്റെ പുസ്തകം 12:10 ദൈവവചനം നമ്മളോട് പറയുന്നത്, പാപം ചെയ്യുന്നവൻ സ്വന്തം ജീവന്റെ ശത്രുവാണ്. യോഹന്നാന്റെ 1-ാം ലേഖനം 3:8 പറയുന്നത്, പാപം ചെയ്യുന്നവൻ ദൈവപുത്ര പദവി നഷ്ടപ്പെടുത്തി സാത്താന്റെ സന്തതി ആയി അധപ്പതിക്കും എന്നാണ്. മതബോധന ഗ്രന്ഥം 549 സഭ നമ്മളെ ഓർമ്മിപ്പിക്കുന്നത്, പാപത്തിൻ്റെ ദാസ്യം സർവവിധ മാനുഷിക ബന്ധനത്തിലേക്കും നമ്മെ വലിച്ചിഴയ്ക്കും എന്നാണ്. ഈ പ്രബോധനങ്ങളെല്ലാം കൂട്ടി പൗലോസ് ഒറ്റ വാക്യത്തിൽ പാപത്തിന് ദുരന്തഫലം അവതരിപ്പിക്കുന്നത് പാപത്തിൻ്റെ വേതനം മരണമെന്നാണ്. ആകയാൽ യേശുക്രിസ്തുവിലേക്ക് നോക്കി നമ്മുടെ പ്രത്യാശ നമുക്ക് ഉണർത്താം. പാപത്തിൽ നിന്ന് കർത്താവായ യേശു നമ്മെ എന്നേക്കുമായി വിശുദ്ധീകരിച്ചു കഴിഞ്ഞു. ജെറുസലേം ദേവാലയം അധികാരത്തോടെ വിശുദ്ധീകരിച്ചപ്പോൾ യഹൂദന്മാർ ക്രിസ്തുവിനെ ചോദ്യം ചെയ്തു. അവർ ചോദിച്ചു, ഇപ്രകാരം പ്രവർത്തിക്കാൻ നിനക്ക് എന്ത് അധികാരമാണുള്ളത്? അതിന് യേശു കൊടുത്ത ഉത്തരം ഇങ്ങനെയായിരുന്നു, യേശു മറുപടി പറഞ്ഞു, യോഹന്നാൻ 2:19, നിങ്ങൾ ഈ ദേവാലയം നശിപ്പിക്കുക, 3 ദിവസത്തിനകം ഞാനത് പുനരുദ്ധരിക്കും. അപ്പോൾ യഹൂദന്മാർ ചോദിച്ചു, ഈ ദേവാലയം പണിയാൻ 46 സംവത്സരം എടുത്തു, വെറും 3 ദിവസത്തിനകം നീ അത് പുനരുദ്ധരിക്കുമോ? എന്നാൽ അവൻ പറഞ്ഞത് തൻ്റെ ശരീരമാകുന്ന ആലയത്തെ പറ്റിയാണ്. അവൻ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിക്കപ്പെട്ടപ്പോൾ അവൻ്റെ ശിഷ്യന്മാർ അവനിത് പറഞ്ഞിരുന്നുവെന്ന് ഓർക്കുകയും അങ്ങനെ ലിഖിതവും യേശു പ്രസ്താവിച്ച വചനവും വിശ്വസിക്കുകയും ചെയ്തു. യേശുവിൻ്റെ പീഡാസഹനവും മരണവും ഉത്ഥാനവും 3 ദിവസം കൊണ്ട് സമാപിച്ചപ്പോൾ, യാഥാർത്ഥ്യമായപ്പോൾ, അവിടുത്തെ ശരീരം മാത്രമല്ല ഉയർപ്പിക്കപ്പെട്ടത്, ശിരസായ അവിടുത്തോട് ചേർക്കപ്പെട്ട മറ്റവയവങ്ങളായ നാമും ഉയർപ്പിക്കപ്പെട്ടു. നാം നമ്മുടെ അധപ്പതിച്ച മനുഷ്യപ്രകൃതിയിൽ നിന്ന് ദൈവമക്കളുടെ ഉന്നത പദവിയിലേക്ക് ഉയർത്തപ്പെട്ട് കഴിഞ്ഞു. അതിനാൽ പാപത്തിന് നമ്മുടെ മേൽ അധികാരം നഷ്ടപ്പെട്ടു. നാം നമ്മുടെ സ്വാതന്ത്ര്യം ദുരുപയോഗിച്ച് തിന്മ തിരഞ്ഞെടുക്കാതെ നമ്മുടെ സ്വാതന്ത്ര്യം ശരിയായി ഉപയോഗിച്ച് ക്രിസ്തു നൽകുന്ന കൃപാവരത്തിൽ ആശ്രയിച്ചുകൊണ്ട് വിശുദ്ധിക്ക് വേണ്ടി പരിശ്രമിച്ചാൽ നമുക്ക് തീർച്ചയായും വിശുദ്ധി പ്രാപിക്കാൻ സാധിക്കും. 3 ദിവസത്തിന് കൊണ്ട് ഉയർപ്പിൻ്റെ മഹിമ യേശു പ്രാപിച്ചതുപോലെ ആ പെസഹാ രഹസ്യങ്ങളുടെ അനന്തശക്തിയാലും യുഗതയാലും നമുക്കും പൂർണ്ണമായൊരു സ്വാതന്ത്ര്യം കൈവന്നിട്ടുണ്ട് എന്ന വസ്തുത
ഈ വിശുദ്ധ വാരത്തിലെ 2-ാം ദിവസമായ ഇന്ന് നാം ആഴത്തിൽ ഹൃദയത്തിൽ ഉറപ്പിക്കണം. അതിന് പരിശുദ്ധാത്മാവ് നമ്മെ സഹായിക്കട്ടെ. നാം ദുർബലരാണ്, ബലഹീനരാണ്, അതുകൊണ്ടാണ് തിന്മയിലും പാപത്തിലും വീണു പോകുന്നതെന്ന ന്യായീകരണത്തിന് അടിസ്ഥാനമില്ല. കാരണം നമ്മുടെ മനുഷ്യപ്രകൃതിയെ ഈശോമിശിഹാ എന്നേക്കുമായി മഹത്വപ്പെടുത്തി മഹിമ അണിയിച്ചിരിക്കുകയാണ്. ഈ പ്രത്യാശയിൽ മുന്നോട്ട് പോകാൻ ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.